ഇപ്പോൾ സമയം രാവിലെ 4:30. ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. 3 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ സമയം 4:30 കെവിൻ ബാക്കിൽ കിടന്നിട്ട് നല്ല ഉറക്കാണ്. എന്ത് തല എവിടെയാണ്? ഏതോ ഒരു ഭാഗത്ത് തലയുണ്ട്. പെട്ടെന്നെടുത്ത തീരുമാനമാണ് ഇന്ന് നാട്ടിൽ പോവാന്നുള്ളത്. ഇന്നലെ വൈകുന്നേരം ആട്ടോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ നാട്ടിൽ പോവാന്നുള്ളത്. രാവിലെ ഒരു 3 മണിയാകുമ്പോൾ ഇറങ്ങാന്നാട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ എഴുന്നേറ്റ് റെഡിയായി വരുമ്പോഴത്തേനും ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞ് ഞങ്ങൾ 4:30 ആയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് റോട്ടിലധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ മൈസൂർ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കെവിനാണെങ്കിൽ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിരിക്കുവാണ്. ഡാരിസ് മുല്ലപ്പൂ വാങ്ങിച്ചു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എന്റെ മണം ഇഷ്ടം. മുല്ലപ്പൂവിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതിന് മണം അടിച്ചു കഴിയുമ്പോൾ എനിക്ക് തലവേദന എടുക്കാൻ വേണ്ടി തുടങ്ങും. എല്ലാ മണങ്ങളും അങ്ങനെ പറ്റത്തില്ല. പക്ഷെ ഡാൻസിന് ഭയങ്കര ഇഷ്ടം കേട്ടോ മുല്ലപ്പൂവിന്റെ മണം. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച മുല്ലപ്പൂ മാതാവിന്റെ മുമ്പിൽ വെച്ചു കേട്ടോ. അപ്പൊ കാറിന് നല്ല മണം വരുന്നുണ്ടായിരുന്നു. മൈസൂർ കഴിയുന്നോടം വരെ എവിടെയും വണ്ടി നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 3-4 മണിക്കൂറായി യാത്ര ചെയ്യുന്നു. അപ്പൊ വിചാരിച്ചു ഒരു ചായ കുടിക്കാന്ന്. ഇനിയിപ്പോ ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര ചെയ്യാന്ന് വിചാരിച്ചു. ഈ ഒരു കടയിൽ ഞങ്ങൾ എപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോഴും അവിടുന്ന് തിരിച്ചു വരുമ്പോഴും കയറാറുണ്ട് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ പത്തല് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നും ഞങ്ങൾ പത്തല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ പത്തല് കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി. പോകുന്ന വഴിക്കൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നുണ്ടല്ലോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വഴികളിലാണ്. സാധാരണ ഇവിടെ ആനേനെയും മാനിനെയും കുരങ്ങനെയൊക്കെ കാണാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്നൊന്നും കണ്ടില്ല. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും എനിക്കും കെവിനും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ പണി വാളാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ചുരം ഇറങ്ങാൻ വേണ്ടി പോവാണ്. ചുരം ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഞാനും കെവിനും കൂടെ ഒരു സൈഡാവും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ചുരം ഇറങ്ങി കഴിഞ്ഞു. താഴെ എത്തിയപ്പോൾ ഉണ്ടല്ലോ കെവിൻ ഛർദ്ദിക്കും കേട്ടോ. കെവിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൻ നന്നായിട്ട് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെവി അടഞ്ഞിട്ട് ചെറുതായിട്ട് ചെവി വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എല്ലാ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചുരം ഇറങ്ങി കഴിയുമ്പം എനിക്കും കെവിനും ചെറിയ പണി കിട്ടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. നല്ല മഴ ആയതുകൊണ്ട് തന്നെ പുഴയൊക്കെ ഇങ്ങനെ കലങ്ങി ഒഴുകുന്നുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നപ്പം അമ്മ നല്ല എല്ലും കപ്പയും പുട്ടും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല എല്ലും കപ്പയുണ്ടല്ലോ എന്റെ അമ്മ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അതുപോലെ ആയിട്ടില്ല. മിലൻ ഇപ്പൊ കുറച്ചു ദിവസത്തേക്ക് വീട്ടിൽ വന്നിട്ടുണ്ട്. കെവിൻ പിന്നെ മിലനെ കണ്ടപ്പോ പിന്നെ മിലന്റെ പുറകെ തന്നെയായി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല ചൂട് എല്ലും കപ്പ കഴിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് എല്ലും കപ്പ കഴിക്കട്ടെ. നമുക്കപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.